നിങ്ങളൊരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്പിൾ പ്രോഡക്റ്റും ആയിക്കോട്ടെ, ഐഫോൺ, ഐപാഡ്, മാക്, ഏത് ആപ്പിൾ പ്രോഡക്റ്റും ആയിക്കോട്ടെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ തേർഡ് പാർട്ടി സർവീസ് സെൻറ്റർ, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രം സർവീസ് ചെയ്യുന്ന തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഒരു ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റ് ആണെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. 1 year വാറൻറ്റി അതിലുണ്ട്. പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് വാറൻറ്റിയാണ്. അത് നമുക്ക് അപ് ടു 2 years വരെ ഫസ്റ്റ് ഇയറിൽ ആ വാറൻറ്റി തീരുന്നതിന് മുന്നേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ് ടു 2 years. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു സിനേറിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാറൻറ്റിയും ഫ്രീ റീപ്ലേസ്മെൻറ്റും എല്ലാം ലഭിക്കുന്നത് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജുകൾക്കല്ല, പകരം അതല്ലാതെ ഇപ്പം ബാറ്ററിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോൾട്ടോ അല്ലെങ്കിൽ ലോജിക് ബോർഡ് അടിച്ചു പോവുകയാണെങ്കിലോ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് ഈ വാറൻറ്റി കവർ ചെയ്യുന്നത്. പിന്നുള്ളൊരു മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിൾ കെയർ പ്ലസ്. അത് നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്, പക്ഷേ അതിൽ നമുക്ക് ഈ പറഞ്ഞ ആക്സിഡൻ്റൽ ഡാമേജ്, തെഫ്റ്റ് ആൻഡ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ആഡഡ് ആണ്. ഈ പറഞ്ഞത് ബ്രാൻഡ് ന്യൂ ഡിവൈസിൻ്റെ കാര്യത്തിലാണ്. ആൻഡ് എല്ലാവർക്കും ഒരേപോലെ ഇത് അഫോർഡബിൾ ആകണം എന്നില്ല. സോ രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോണുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ യൂസ്ഡ് ആപ്പിൾ പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ ഇങ്ങനൊരു സിനാരിയോയിൽ നമുക്കറിയാം ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ സർവീസിലേക്കോ ബന്ധപ്പെടുമ്പം റിപ്പയറിങ്ങിന് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് ഹൈ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ നമുക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ബാറ്ററി വീക്കായി ഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം, ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടും നിസ്സാരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓതറൈസ് സർവീസ് സെൻറ്ററിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം ബാറ്ററി സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ആ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ കംപ്ലയിൻറ്റ് അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിലേക്ക് റെഫർ ചെയ്യുക അല്ലെങ്കിൽ സാധനം അയച്ചു കൊടുക്കുക. ഇതാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് പരിഹരിക്കാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് പെട്ടെന്നുള്ളൊരു റിക്കവറി അല്ലെങ്കിൽ സൊല്യൂഷൻ അവിടെ നിന്ന് പോസിബിൾ അല്ല. അവിടെയാണ് നമുക്ക് തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ഒരു ഫോണിന് ബാറ്ററി, ബോർഡ് എന്ന് മാത്രമല്ല ലിറ്ററലി ഏത് ഏരിയാസിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ ഈസിലി ഡയഗ്നോസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ യൂസേഴ്സിനെ എത്രയോ എളുപ്പം എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഡിവൈസ് തിരികെ കൊടുക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് ലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. 2, ടൈം. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. സോ വാറൻറ്റി ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല തേർഡ് പാർട്ടി ഷോപ്പിൽ പോകാൻ. അതിന് ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. എന്നാൽ വാറൻറ്റി ഇല്ലാത്തൊരു പക്ഷം തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് ഫർദർ എൻക്വയറിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഡയഗ്നോസിന് വേണ്ടിയും അത് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലേക്കോ ഹയർ അതോറിറ്റീസിലേക്കോ സെൻഡ് ചെയ്യുമ്പം അവിടെ പോയി കഴിഞ്ഞാൽ ബാക്ക് ആൻഡ് ഫോർത്ത് കോൺവെർസേഷൻസ് ആയിരിക്കും ആപ്പിളിൻ്റെ സപ്പോർട്ട് ടീമും നമ്മളും തമ്മിൽ. അത് കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ 1 മാസം 2 മാസം വരെ നീണ്ടുപോകുന്ന പല അവസരങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല യൂസേഴ്സും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ വാറൻറ്റി ഇല്ലാത്ത സിനാരിയോയിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 3, റിപ്പയറബിലിറ്റി. ആദ്യം ഞാൻ മെൻഷൻ ചെയ്യുന്ന പോയിൻറ്റുമായിട്ട് കുറേയധികം സാമ്യമുള്ളൊരു കാര്യമാണ്. അതായത് നമുക്കൊരു ഫോൺ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റിന് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ആ കമ്പോണൻറ്റോ അല്ലെങ്കിൽ ആ ഫോണോടെ മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. കാരണം അതങ്ങനെയാണ്, അവർ ചിപ്പ് ലെവൽ സർവീസിലേക്കൊന്നും പോകത്തില്ല. എന്നാൽ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള ചിപ്പ് ലെവൽ സർവീസ്, ക്യാമറയ്ക്കാണെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സർവീസ്, ബാറ്ററി ആണെങ്കിൽ അങ്ങനെ കൃത്യം റിപ്പയറബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നിരവധി ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഇതിലുണ്ട്. എന്തിനാണോ നമുക്ക് സർവീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടത് ആ കമ്പോണൻറ്റിനെ മാത്രം ഓൺ പോയിന്റ് നമുക്ക് സർവീസ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള വൈഡ് ഓപ്ഷൻസ് ഈ ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലെ 4ാമത്തെ പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളത്. കാരണം തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൽ എന്തിനാണോ നമ്മൾ ആ ഒരു സർവീസ് ചെയ്യുന്നത്, എന്ത് കമ്പോണൻറ്റിനോ അല്ലെങ്കിൽ എന്ത് റിപ്പയർ ആണോ ചെയ്യുന്നത് അതിന് മാത്രമായിട്ടുള്ള കോസ്റ്റ് മുടക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, കയ്യിൽ നിന്ന് അധികം പൈസ ചിലവാകത്തില്ല. എന്നാൽ നേരെ മറിച്ച് ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് സർവീസ് അല്ലെങ്കിൽ റിപ്പയർ എന്നുള്ള ഓപ്ഷൻസ് കുറവായതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു 3,000 to 5,000 രൂപീസിനകത്ത് നിൽക്കേണ്ട റിപ്പയർ റീപ്ലേസ്മെൻ്റ് ആകുമ്പം 30,000 to 50,000 കോസ്റ്റാണ് വരുന്നത്. സോ അങ്ങനെ വലിയൊരു നഷ്ടമുണ്ടാകാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്.
ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിരവധി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് നിരവധി എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ പല വീഡിയോസിലായിട്ട് ആപ്പ് സ്റ്റോറിനെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പല ഡിവൈസുകൾ, ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ, ഐപാഡ് ആയിക്കോട്ടെ, ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, എയർപോഡ് ആയിക്കോട്ടെ, ചിലതിന് അപ്ഗ്രേഡ് ആവശ്യമുണ്ട്, ചിലതിന് റിപ്പയർ ആവശ്യം വരുമ്പോൾ എല്ലാം ഞാൻ സമീപിക്കുന്നത് ആപ്പ് സ്റ്റോറിൽ തന്നെയാണ്. ആപ്പ് സ്റ്റോറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് 1 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. 2 ഫോളോ അപ്പ്. നമ്മളൊരു ഡിവൈസ് റിപ്പയറിന് വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്കറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റിപ്പയർ ചെയ്ത് സാധനം ഏൽപ്പിച്ചാലും നമുക്ക് ഈ റിപ്പയർ ചെയ്ത സാധനത്തിന് നമ്മൾ സ്റ്റിൽ ആ പഴയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പും ഇവർ കൃത്യമായിട്ട് ചെയ്യും. 3 ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിൻ്റാണ്, വൈഡ് വെറൈറ്റി ഓഫ് റിപ്പയറബിലിറ്റി. ഐഫോണോ ഐപാഡോ മാക്കോ ഏതോ ആയിക്കോട്ടെ, സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ചിപ്പ് ലെവൽ സർവീസ് ആണെങ്കിൽ അങ്ങനെ, ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ പെറിഫറൽസോ അല്ലെങ്കിൽ കമ്പോണൻസിനാണെങ്കിൽ റിപ്പയർ, അങ്ങനെ ഏത് ലെവൽ ഓഫ് സർവീസും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ആൻഡ് 4 ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വളർത്തിയെടുക്കുന്നതിൽ ആപ്പ് സ്റ്റോറിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിയും ആൻഡ് വളരെ ട്രെയിൻഡും സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സാണ് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനത്തിനുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ ഏത് ആപ്പിൾ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഐഫോണിൽ നമുക്ക് വൈഡ് വെറൈറ്റി ആയിട്ട് വരുന്ന പ്രോബ്ലംസ് അറിയാം, ബാറ്ററി, അതുപോലെ ഡിസ്പ്ലേ, ഇതൊക്കെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് റീപ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും ആപ്പ് സ്റ്റോറിൽ. അതുപോലെ തന്നെയാണ് ചിപ്പ് ലെവൽ സർവീസുകളും. എന്താണ് ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിനെ റീപ്ലേസ് ചെയ്യാനും നമുക്കിവിടെ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫോൺ ഷാസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്ക് ഓഫ് ഫ്രണ്ട് പാനൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഡാമേജ് ആകുമ്പം ആ ഒരു എൻറ്റയർ ഡിവൈസിൻ്റെ ഷാസി കംപ്ലീറ്റ്ലി വളരെ എഫക്റ്റീവായിട്ട് റീപ്ലേസ് ചെയ്യാനും റിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇനി അലോങ് വിത്ത് ദാറ്റ് ഡേറ്റ മാത്രം റിക്കവറി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് സർവീസും ആപ്പ് സ്റ്റോർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.